ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ജംഗു പ്രൊവോക്ക് ചെയ്യുമ്പോൾ ജംഗ്ഷൻ അവനെ അടിക്കും. അടിച്ചു കഴിയുമ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നും. ഇയാൾ ഇപ്പോഴാണ് സാധാരണ ഒരു മനുഷ്യനെ പോലെ പെരുമാറുന്നത്. ഇതുവരെ ഇയാളുടെ ഇമോഷൻസ് ഒക്കെ ഹൈഡ് ചെയ്യായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ജംഗു പോകുന്നത്. നമ്മളുടെ ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പിന് യാതൊരു വിലയില്ലെന്ന് ജംഗ്ഷൻ ചോദിച്ചതും എന്തൊക്കെ സംഭവിച്ചാലും ജംഗ്ഷനെ മറക്കാനായിട്ട് പറ്റത്തില്ല. ഇയാളുടെ അടുത്തേക്ക് വരുമെന്ന് വിചാരിക്കുന്നത് വെറുതെയാണെന്ന് യുൻസു പറഞ്ഞതെല്ലാം ഓർത്തോണ്ടാണ് ജംഗു തിരിച്ചു പോകുന്നത്. ജംഗുവായിട്ട് സംസാരിക്കാൻ പോയിട്ട് ജംഗ്ഷൻ യുൻസുവിനെ വിളിക്കുന്നില്ല. അവളാകെ വറീഡായിട്ട് അവനെ വിളിക്കും. ഞാൻ വീട്ടിലുണ്ടെന്ന് അവൻ പറയും. ആ സമയം കൊണ്ട് അവന്റെ ഇമോഷൻസ് അവൻ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണ് സംസാരിച്ചതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അവന് കൈ മുറിയുന്നൊക്കെ ഉണ്ട്. ചിരിച്ചുകൊണ്ടാണ് ജംഗ്ഷൻ ഫുൾ ടൈം സംസാരിക്കുന്നതെങ്കിലും അവർക്കിടയിലെ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് യുൻസുവിന് മനസ്സിലാവും. ജംഗ്ഷൻ ഒന്നും പറയാത്തത് കൊണ്ട് യുൻസു ജംഗുവിനെ കാണാനായിട്ട് വരും. നിങ്ങൾ എന്താണ് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് ഊഹിക്കാനുള്ള ബുദ്ധി പോലും ഇയാൾക്കില്ല എന്നാണ് ജംഗു തിരിച്ചു ചോദിക്കുന്നത്. ഞങ്ങളെ സ്പേ ചെയ്യാൻ ശ്രമിക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സ്പേഡ് ആയാലും തിരികെ അതേ സ്ഥലത്ത് തന്നെ ചെന്നെത്തുമെന്ന് എനിക്കറിയാം. പക്ഷേ ജംഗ്ഷൻ അങ്ങനെയല്ല, അവനെ വെറുതെ വിടണമെന്ന് യുൻസു പറയും. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയായി തുടങ്ങിയല്ലേ? അവന് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കരിയർ ഇല്ല, അവൻ യങ് ആണ്, ഇമച്വർ ആണ്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് യുൻസുവിന്റെ അടുത്ത് ജംഗു ചോദിക്കും. ജംഗ്ഷനെ ഞാൻ കണ്ടുമുട്ടിയപ്പോഴും അവൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അവന് ജയിക്കണം എന്ന വാശി ഉണ്ടായിരുന്നു, ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് യുൻസു പറയും. നിങ്ങളോട് രണ്ടുപേരോടും നല്ല രീതിക്ക് റിലേഷൻ വെച്ച് മുന്നോട്ട് പോകണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് യുൻസു പറയും. എല്ലാവരുടെയും റിലേഷൻഷിപ്പിൽ ഇയാൾക്ക് കൺട്രോൾ ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. താൻ വഴിയല്ല ഞാൻ ജംഗ്ഷനെ പരിചയപ്പെട്ടത്. എനിക്കും ജംഗ്ഷനും സെപ്പറേറ്റ് ആയിട്ട് ഒരു റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ വിചാരം തെറ്റാണെന്ന് യുൻസുവിന്റെ അടുത്ത് ജംഗു പറയും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ ഡ്രാമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ജംഗു പറയുന്നത് കേൾക്കുമ്പോൾ യുൻസുവിന് ദേഷ്യം വരും. എന്തുകൊണ്ടാണ് എന്റെ ഡ്രാമയിൽ നിന്ന് ലാഭം വേണമെന്ന് നിങ്ങൾക്ക് തോന്നാത്തത്? അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത് എന്നോടുള്ള ഫീലിങ്സ് കാരണമാണ്. എനിക്ക് അങ്ങനെയല്ല. എന്റെ ഡ്രാമ ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്റെ കമ്പനിക്ക് നന്നായിട്ട് ലാഭം കിട്ടണമെന്ന ചിന്ത എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡ്രാമയുടെ എൻഡിങ് ഹാപ്പി എൻഡിങ് ആയിരിക്കും. അത് മാറ്റാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് നല്ല രീതിക്ക് ലാഭം വന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഈ കമ്പനിയിൽ നിന്ന് ഞാൻ പോകത്തുള്ളൂ എന്നും യുൻസു പറയും. യുൻസു അവിടുന്ന് പോകാൻ ഇറങ്ങുന്നതന്നെയാണ് ജംഗ്ഷന്റെ അമ്മ ജംഗുവിനെ കാണാനായിട്ട് അവിടേക്ക് വരുന്നത്. അന്നേരമാണ് അവളും അതേ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് ജംഗ്ഷന്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നത്. ജംഗ്ഷനുമായിട്ട് എന്താണ് പ്രശ്നം, എന്താണ് റെസ്റ്റോറന്റ് നല്ല രീതിക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാത്തതെന്ന് ജംഗ്ഷന്റെ അമ്മ വന്നിട്ട് ജംഗുവിന്റെ അടുത്ത് ചോദിക്കും. റെസ്റ്റോറന്റിന്റെ കാര്യം അമ്മയായിട്ട് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ലാന്ന് ജംഗു പറയുമ്പോൾ യുൻസു ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അമ്മ ചോദിക്കും. ആണെന്ന് ജംഗു പറയും. ആദ്യം മുതൽ ഇവിടെ തന്നെ ആയിരുന്നു എന്ന് അന്നേരം അമ്മയ്ക്ക് മനസ്സിലാവും. യുൻസു കാരണമാണോ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ചിരിച്ചിട്ട് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ജംഗു അവിടുന്ന് പോകും. സൂചകന് വേറൊരു റെസ്റ്റോറന്റിൽ നിന്ന് ഓഫർ വരും. ഇത് മിൻഹോ കേൾക്കും. അവൻ ചെന്നിട്ട് ബാക്കി ഷെഫ്സിന്റെ അടുത്തെല്ലാം ഈ കാര്യം പറയും. അവരെല്ലാം വേറെ എവിടെയെങ്കിലും ജോലി നോക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ജംഗ്ഷൻ അവളെ വിളിച്ചിട്ട് നല്ല ഓഫർ ആണെങ്കിൽ പൊക്കോളാനാണ് പറയുന്നത്. നല്ല ഓഫർ ആണോ അല്ലയോ എന്നുള്ള കാര്യമല്ല, എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് സൂചൻ കൂടുതലൊന്നും പറയാതെ അവിടുന്ന് പോകും. ഒരാൾ പോയി കഴിഞ്ഞാൽ സാലറി അത്രയും കുറച്ച് കൊടുത്താൽ മതിയല്ലോ, ഒരാളുടെ ചെലവ് കുറഞ്ഞിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സൂചൻ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പൂജൂൺ വന്നിട്ട് ജംഗ്ഷന്റെ അടുത്ത് പറയും. അമ്മയുടെ അപ്രൂവൽ വേണ്ടതുകൊണ്ട് തന്നെ യുൻസു അമ്മയെ കാണാനായിട്ട് വരും. ജംഗ്ഷന്റെ അമ്മ കൺട്രോളിംഗ് ആണോ, എല്ലാ കാര്യങ്ങളും അവരാണോ തീരുമാനിക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ അമ്മ ചോദിക്കും. ജംഗ്ഷന്റെ അമ്മ അങ്ങനെയൊന്നും അല്ല, ആദ്യം കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നതാണ്. ഞാനുമായിട്ട് നല്ല റിലേഷനിലാണ്, ജംഗ്ഷനും നല്ല ഒരാളാണ്, എന്നെ നല്ലതുപോലെ സ്നേഹിക്കുന്ന ഒരാളാണെന്നൊക്കെ ഉള്ള രീതിക്ക് യുൻസു പറയും. പക്ഷെ അമ്മയുടെ അപ്രൂവൽ വേണം എന്നുള്ള രീതിക്ക് പറയുമ്പോൾ അതെന്താ നിങ്ങളുടെ റിലേഷൻ അത്രയും വീക്ക് ആണോ, മറ്റൊരാളുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷൻ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് അമ്മ ചോദിക്കും. അന്നേരം അവർക്ക് ജംഗ്ഷന്റെ അമ്മയുടെ കോള് വരും. കല്യാണത്തിന് മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ യുൻസുവിനെ വിളിച്ച് കാണാൻ ചെല്ലണം എന്നൊക്കെ പറയുന്നതൊന്നും യുൻസുവിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ യുൻസുവിന്റെ അതൊന്നും പ്രശ്നമില്ല. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ അടുക്കാലോ എന്നാണ് അവള് പറയുന്നത്. ജംഗ്ഷനും ജംഗുവും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് അറിയാമോ, അതിന് കാരണക്കാരി ഇയാളാണെന്ന് അറിയാമോ എന്നുള്ള രീതിക്കാണ് ജംഗ്ഷന്റെ അമ്മ അവളെ കാണുമ്പോൾ തന്നെ സംസാരിക്കുന്നത്. അവൾ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് അതിനെപ്പറ്റി ബോധ്യമുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. ഞാൻ ജംഗ്ഷന്റെ അച്ഛനെ കല്യാണം കഴിക്കുമ്പോൾ എന്നെക്കാട്ടിലെ ഇളയ ആളാണെന്ന് പറഞ്ഞിട്ട് ജംഗ്ഷന്റെ അച്ഛന്റെ ഫാമിലിക്ക് താല്പര്യമില്ലായിരുന്നു. ജംഗ്ഷന്റെ അച്ഛൻ അന്ന് 25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആളുടെ സ്വഭാവമൊക്കെ മാറി, ആള് വയലന്റ് ആയി, ഞാൻ ലോൺലി ആയി. അങ്ങനെ ഞാൻ പുറത്ത് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി പല കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ബിസിനസ്സിൽ നഷ്ടമൊക്കെ വന്നു. അതിനുശേഷം എന്നോടുള്ള വിശ്വാസം തന്നെ നഷ്ടമായി. പല പല ആളുകളുമായിട്ട് അഫയർ ഒക്കെ ആയി ജംഗ്ഷന്റെ അച്ഛൻ. അതിനിടയ്ക്ക് എനിക്ക് ആശ്വാസം ജംഗ്ഷൻ മാത്രമായിരുന്നു.
അവന്റെ അച്ഛൻ എന്നെ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടാണ് ആ കുട്ടി വളർന്നു വന്നത്. എന്നെ എന്നും പ്രൊട്ടക്ട് ചെയ്തത് അവനാണ്. അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആണ് അവൻ ഉണ്ടായിരുന്നത്. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും അവനെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ജെങ്സന്റെ അമ്മ ചോദിക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അവനോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്തതെന്നാണ് യുൻസു അവരോട് പറയുന്നത്. ജെങ്സൺ ജംഗുവിനെ ചെന്ന് കണ്ട് അപ്പോളജൈസ് ചെയ്യും. എന്റെ അച്ഛൻ വയലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു, ഒരിക്കലും അങ്ങനെ ആകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം എന്നെ പ്രൊവോക്ക് ചെയ്ത് എന്റെ ആ ഒരു സൈഡ് പുറത്തു കൊണ്ടുവന്നു നിങ്ങൾ. ഞാൻ എന്നോട് കൂടിയാണ് അപ്പോളജൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ദേഷ്യം എന്നോട് മാത്രമല്ല നിങ്ങളോട് കൂടിയാണെന്ന് എനിക്കറിയാം. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ ട്രയൽ പീരീഡിലാണ്. അതെങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ കൂട്ടിയിരിക്കുന്ന ആളുകളുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജെങ്സൺ പോകുന്നത്. ജംഗു അത്രയും സമയം ഒന്നും മിണ്ടാതെ അവൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കും. ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുമ്പോൾ ജൂഹ അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ക്യുങ് ഉറങ്ങുവാണ്. അവളിപ്പോ കൂടുതൽ ലേസി ആയി തുടങ്ങിയെന്ന് തോന്നുന്നു എന്ന് അവൻ പറയും. ഇതെനിക്ക് എന്റെ വീട് പോലെ തോന്നുന്നു കൂടി അവൻ പറയുമ്പോഴത്തേക്കിനും ക്യുങ്ങിനെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എന്ന് അവൾ തിരിച്ചു ചോദിക്കും. അന്നേരം അവൻ ഒന്നും മിണ്ടാതെ ചിരിക്കും. യുൻസുന്റെ സ്ക്രിപ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ ജംഗു ഹോങ്ങയുടെ സ്ക്രിപ്റ്റ് അയച്ചിട്ടുണ്ട്. അവർ ഒരു സ്ക്രിപ്റ്റ് മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. എന്തിനാണ് അവൻ അങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല എന്ന് അവൻ പറയും. എന്തുകൊണ്ടാണ് ജംഗുവിനെ ഡേറ്റ് ചെയ്യാത്തത്? അതാവുമ്പോൾ യുൻസുവിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഞാനും യുൻസുവിനെ പോലെ ഒരിക്കലും സ്നേഹിച്ചതാണ്. പക്ഷെ ആ റിലേഷൻ മുന്നോട്ട് പോയില്ല. അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ജംഗുവിനെ പോലെ ഒരാളെ സ്നേഹിക്കുന്നതാണ് നല്ലതെന്ന് പറയും. എന്തായാലും ജെങ്സണുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു എന്ന നേരം യുൻസു അവന് മറുപടി കൊടുക്കും. ജംഗുവും ഡയറക്ടർ മിന്നും കൂടി കോൺട്രാക്ട് സൈൻ ചെയ്യും. ഹോങ്ങയുടെ ഡ്രാമ ഡയറക്ട് ചെയ്യാൻ പോകുന്നത് ഡയറക്ടർ മിന്നാണെന്ന് ജംഗു അയാളുടെ അടുത്ത് പറയും. ഹോങ്ങയുടെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു, അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വേണമെന്ന് ഡയറക്ടർ മിൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് ഹോങ് അവിടേക്ക് വരുന്നത്. എന്റെ സ്ക്രിപ്റ്റിൽ എങ്ങാനും കൈവച്ചാൽ ഞാൻ ആ കൈ വെട്ടുമെന്ന് അവൾ അന്നേരം തന്നെ അവിടെ വെച്ച് പറയും. ഡയറക്ടർ മിന്നിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഹോങ്ങയ്ക്ക് പറ്റുമെന്ന് ജംഗുവിന് മനസ്സിലാവും. സൂജങ്ങും പൂജൂണും കൂടി റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതന്നെയാണ് ഹോങ് അവിടേക്ക് വരുന്നത്. അവളെ കാണുമ്പോൾ തന്നെ സൂജൻ അവിടുന്ന് എഴുന്നേറ്റ് പോകും. അവളുടെ പുറകെ പൂജൂൺ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും ഇയാൾക്ക് ഇപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഇത്രയും കാലത്തെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആലോചിച്ചിട്ട് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല. എനിക്ക് ആകെ ഇയാളും ജെങ്സണും യുൻസുവും ക്യുങ്ങും മാത്രമേ ഫ്രണ്ട്സ് ആയിട്ടുള്ളൂ. ആരും എനിക്കിപ്പോൾ സപ്പോർട്ടുമായിട്ട് കൂടെ ഇല്ല എന്നുള്ള രീതിക്ക് അവൾ പറയും. മറ്റൊരു ഷെഫുമായിട്ട് ചേർന്നിട്ട് പുതിയൊരു ഡിഷ് ഡെവലപ്പ് ചെയ്യുന്നത് ഗുഡ്സൂപ്പിന് നന്നായിരിക്കും എന്നുള്ളൊരു സജഷൻ കിട്ടിയതനുസരിച്ച് ജംഗു ഒരു സ്റ്റാർ ഷെഫിനെയും കൂട്ടി ഗുഡ്സൂപ്പിലേക്ക് ചെല്ലും. പൂജൂൺ എക്സൈറ്റഡ് ആവും. പക്ഷെ ഇതിന് പിന്നിൽ എന്തോ ഉണ്ടെന്ന് ജംഗ്സണ് മനസ്സിലാവും. വന്ന ഷെഫിന് ജംഗ്സന്റെ ഫുഡ് ഇഷ്ടപ്പെടും. അയാൾ അത് ഫുൾ തീർക്കുന്നത് അവര് കിച്ചണിൽ നിന്ന് കാണുന്നുണ്ട്. അയാൾ അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് ചെല്ലുന്ന ജംഗ്സൺ കേൾക്കുന്നത് ഈ ഒരു സ്റ്റൈലുമായിട്ട് എന്റെ ഡിഷ് ചേർന്ന് പോകുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലാവും. അവൻ ജംഗുവിന്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറയും. പുതിയൊരു ഡിഷ് ആ സ്റ്റാർ ഷെഫുമായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല പബ്ലിസിറ്റി കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ റെസ്റ്റോറന്റിനെ കുറച്ച് നാളത്തേക്ക് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിക്ക് ജംഗു പറയും. പക്ഷെ ജംഗ്സൺ സമ്മതിക്കത്തില്ല. വേറൊരു ഷെഫ് വന്നിട്ട് എന്റെ കിച്ചണിൽ വേറൊരു ഡിഷ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ സ്റ്റൈലുമായിട്ട് ക്ലാഷ് ആവും, ചേർന്ന് പോകത്തില്ല. അതുകൊണ്ടാണ് എനിക്കിതിന് സമ്മതമല്ല എന്ന് പറയും. ഇയാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല എന്നുള്ളത് ഓർമ്മ വേണമെന്ന് ജംഗു പറയുന്നുണ്ടേ. അല്ലെങ്കിലും ഇയാളുടെ അടുത്തു നിന്നുള്ള ഹെൽപ്പ് കൊണ്ടല്ല റെസ്റ്റോറന്റ് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നതെന്നുള്ള രീതിക്ക് ജംഗ്സൺ ജംഗുവിന്റെ അടുത്ത് പറയും. പിറ്റേ ദിവസം ജംഗ്സൺ അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് നിന്ന് കിട്ടിയ സ്ഥലം കൊളാട്രൽ വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് അപ്ലൈ ചെയ്യും. ചീഫ് പ്രൊഡ്യൂസർ യൂഹയെ വിളിച്ചിട്ട് ഹോങ്ങയുടെ സ്ക്രിപ്റ്റ് കൊടുത്ത് അടുത്ത് നീ ഡയറക്ട് ചെയ്യുന്നത് ഈ ഡ്രാമ ആയിരിക്കണം എന്ന് പറയും. ഞാൻ ഓൾറെഡി യുൻസുവിന്റെ ഡ്രാമ സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടപ്പെട്ട് അത് ഡയറക്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞാനും ഹോങ്ങയും തമ്മിൽ ശരിയാവത്തില്ല എന്ന് ജൂഹ പറയും. പക്ഷെ ഹോങ്ങയുടെ ഡ്രാമ ഇനി ഡയറക്ട് ചെയ്യാൻ പോകുന്നത് ഡയറക്ടർ മിന്നാണ്. അയാളുടെ ഇതിനു മുമ്പത്തെ റേറ്റിംഗ് ഒക്കെ കുറവായിരുന്നു. അതെങ്ങനെയാണ് അവസാനിച്ചതെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരാൾ ഉടനെ തന്നെ അടുത്ത ഡ്രാമ സംവിധാനം ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ജൂഹ ഈ ഡ്രാമയായിട്ട് മുന്നോട്ട് പോകണമെന്ന് പ്രൊഡ്യൂസർ പറയുമ്പോൾ അപ്പോൾ യുൻസുവിന്റെ ഡ്രാമയാണെന്ന് അവൻ ചോദിക്കും. ഇതിനുശേഷം നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം എന്നാണ് അയാൾ പറയുന്നത്. യൂഹ ആദേശത്തിന് ജംഗുവിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ടെങ്കിലും പ്രൊഡ്യൂസർ പറഞ്ഞത് കാര്യമായിട്ടൊന്ന് ചിന്തിക്കണം എന്നുള്ള രീതിക്കാണ് ജംഗു അവനോട് സംസാരിക്കുന്നത്. പിന്നീട് പ്രൊഡ്യൂസർ യുവിനെ കാണുമ്പോൾ യുൻസുവിനെ ഡേറ്റ് ചെയ്യുകയാണെന്ന് ഒരു റൂമർ കേൾക്കുന്നു. അത് ശരിയാണോ എന്ന് അയാൾ ജംഗുവിന്റെ അടുത്ത് ചോദിക്കും. അല്ലാന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ അന്നേരം ഊഹിച്ചു, അങ്ങനെ വരാൻ വഴിയില്ല.
പ്രൊഫഷണൽ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും കൂടി ജംഗു മിക്സ് ചെയ്യത്തില്ലെന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് അയാൾ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ജംഗു എന്തോ ഇങ്ങനെ ആലോചിക്കും. എല്ലായിടത്തും വഴക്കായിട്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പോ വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും ഹോങ്ങയ്ക്ക് ആരുമില്ല. അവള് തന്നെ പാർക്കിലൊക്കെ പോയിരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്, ഒറ്റയ്ക്കാണ്, ലൈഫ് ഹാപ്പി ആണെന്നുള്ള രീതിക്കൊക്കെയാണ് അവള് ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. ക്യുങ്ങും യുൻസും കൂടി റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കിനും സൂര്യൻ ക്വിറ്റ് ചെയ്തു, മറ്റൊരു റെസ്റ്റോറൻറ്റിൽ ജോലി കിട്ടി എന്നുള്ള കാര്യം ബൂജൂൺ അവരുടെ അടുത്ത് പറയും. അന്നേരമാണ് അവളുടെ കുറച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട് സൂര്യൻ അവിടേക്ക് വരുന്നത്. ബൂജൂൺ അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റെവിടെയും ജോലിക്ക് ജോയിൻ ചെയ്യുന്നില്ല എന്ന് സൂര്യൻ പറയുന്നത് കേൾക്കുമ്പോൾ ബൂജൂൺ അവളുടെ പുറകെ ചെല്ലും. നമ്മളുടെ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്വിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഇയാളില്ലാതെ ഇവിടെ എന്തോ പോലെ തോന്നുന്നു, മറ്റൊരു സ്ഥലത്ത് ജോലി കിട്ടിയെന്ന് വിചാരിച്ചിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് സമ്മതിച്ചത്, ഇയാൾക്ക് പോകാതിരിക്കാൻ പറ്റുമോ എന്ന് ബൂജൂൺ അവളുടെ അടുത്ത് ചോദിക്കും. അവൾ സമ്മതിക്കും. വീണ്ടും ജംഗുവിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ജൂഹോ ചെല്ലുന്നുണ്ടെങ്കിലും പ്രൊഡ്യൂസർ യു പറഞ്ഞ കൂട്ട് ഹോങ്ങയുടെ ഡ്രാമ സംവിധാനം ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ജൂഹയ്ക്ക് നല്ലതെന്ന് ജംഗു വീണ്ടും പറയും. ഹൈറക്സ് എന്താണോ ഡിസൈഡ് ചെയ്യുന്നത് ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോവാം, എന്റെ ഡ്രാമ കുറച്ച് കഴിഞ്ഞ് ടെലികാസ്റ്റ് ചെയ്യത്തുള്ളെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് യുൻസുവും പറയും. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേക്കിനും ജൂഹയ്ക്ക് ദേഷ്യം വരും. അവൻ ദേഷ്യത്തിലാണ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ജംഗ്ഷൻ യുൻസുവിനെ കൂട്ടിയാണ് പോകുന്നത്. സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഭാരമുള്ള കവർ ആര് പിടിക്കും എന്നുള്ള രീതിക്ക് തർക്കമാവും. അവരങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ച് ഒരു കവറെല്ലാം കൂടി താഴെ വീഴും. അവന്റെ അതുവരെ അടക്കി വെച്ചിരുന്ന ഫ്രസ്ട്രേഷൻ മുഴുവൻ അവൻ അന്നേരം യുൻസുവിന്റെ അടുത്ത് കാണിക്കും. ഞാൻ അന്നേരം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. പക്ഷെ ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്കിനും അന്നേരം തന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് അവൻ അപ്പോളജൈസ് ചെയ്യും. ജംഗുവിന്റെ ഷെയർ തിരിച്ചു കൊടുക്കാനും ലോൺ എടുത്ത പൈസ കൊണ്ട് റെസ്റ്റോറന്റ് മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ച കാര്യം ജംഗ്ഷൻ ബൂജൂണുമായിട്ട് ഷെയർ ചെയ്യും. ജംഗു അതിന് സമ്മതിച്ചില്ലെങ്കിലോ ഇപ്പോ അതിനുള്ളൊരു കാരണമുണ്ട് യുൻസു, ഇതാവുമ്പോൾ നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അത് വേണ്ടാന്ന് വെക്കുവാണെങ്കിൽ ജംഗുവിന് അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഇത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ബൂജൂൺ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി നമുക്ക് അനുകൂലമാവും എന്നാണ് ജംഗ്ഷൻ പറയുന്നത്. ജംഗുവിനെ കാണാൻ ചെല്ലുമ്പോൾ ലോൺ എടുത്ത പൈസയും കൊണ്ട് എത്ര കാലം ലാസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇയാളുടെ വിചാരം എന്ന് ജംഗു അവനോട് ചോദിക്കും. എന്തായാലും ഇയാളുടെ അടുത്തേക്ക് വീണ്ടും പൈസയ്ക്ക് വരേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എന്നാണ് നേരം ജംഗ്ഷൻ പറയുന്നത്. ഇയാളുടെ പ്രായത്തില് എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനും ഇയാളെ പോലെ എൻ്റെ അച്ഛനെ പോലെ ആകരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, എനിക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമായിരുന്നു, ഇയാൾക്ക് പക്ഷെ അങ്ങനെയല്ല എന്ന് ജംഗു ജംഗ്ഷന്റെ അടുത്ത് പറയും. നമ്മളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടും വാല്യൂസും ഒക്കെ വ്യത്യാസമാണ്, അതുകൊണ്ട് ജംഗുവിന് അങ്ങനെയൊക്കെ ചിന്തിക്കാം, എനിക്ക് എൻ്റെ വഴിയുണ്ടെന്നുള്ള രീതിക്ക് ജംഗ്ഷൻ പറയുമ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനായിട്ടില്ല, ഇയാൾ ഇപ്പൊ പൊക്കോളൂ, പൈസയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരത്തില്ല എന്നുള്ളത് ഇയാൾക്ക് ഉറപ്പാണ്, കൂടുതൽ പറഞ്ഞിട്ട് ഇയാളെ എംബാരസ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നാണ് ജംഗു അവനോട് പറയുന്നത്. അന്നേരം അവൻ എന്തോ സംശയം തോന്നും. അവൻ തിരിച്ചു വരുമ്പോൾ അമ്മയും ഡാനിയലും റെസ്റ്റോറൻറ്റിൽ കാണും. അവൻ ചെന്ന് വിഷ് ചെയ്തിട്ട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അങ്ങ് പോകും. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, ജംഗ്ഷന്റെ വീട് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണണമെന്നൊന്നും ഇല്ല എന്നുള്ള രീതിക്ക് ഡാനിയൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അമ്മ ജംഗ്ഷന്റെ അടുത്ത് പറയാതെ ഡാനിയലിനും കൂട്ടി അവന്റെ വീട്ടിലേക്ക് ചെല്ലും. റെസ്റ്റോറന്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് ജംഗ്ഷൻ അയാളുടെ അടുത്ത് പറയും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജംഗുവിന്റെ അടുത്ത് ചോദിച്ചാൽ മതിയല്ലോ എന്ന് ഡാനിയൽ പറയുമ്പോൾ റെസ്റ്റോറന്റുമായിട്ട് ഇപ്പോ ജംഗുവിന് ബന്ധമൊന്നുമില്ല എന്ന് അവൻ പറയും. അതെന്താ അങ്ങനെ? എന്നെ എക്സിബിഷന്റെ സമയത്തൊക്കെ ജംഗു ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ജംഗ്ഷൻ ഫ്രാൻസിലായിരുന്നപ്പോഴും ജംഗു നല്ല രീതിക്കാണല്ലോ അവനെ നോക്കിയിരുന്നുള്ള രീതിക്ക് ഡാനിയൽ പറയും. അത് കേൾക്കുന്നതാണ് എന്താണ് ജംഗു ഉദ്ദേശിച്ചതെന്ന് ജംഗ്ഷന് മനസ്സിലാവുന്നത്. അവൻ ദേഷ്യത്തില് അമ്മയടുത്ത് അലറും. എനിക്ക് പരിചയമുള്ള ആളുകളുടെ അടുത്തുനിന്ന് പൈസ കടം വാങ്ങിക്കുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ, അതാണ് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പിന്നെ എന്തിനാണ് അത് ചെയ്തത്, എത്ര പൈസയാണ് ജംഗുവിന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതെന്നൊക്കെ അവൻ ചോദിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഡാനിയൽ അവിടുന്ന് രക്ഷപ്പെടും. അമ്മയാണെങ്കിൽ ഇവന്റെ ദേഷ്യം കുറയ്ക്കാനായിട്ട് നോക്കും, പക്ഷെ അവൻ വീണ്ടും ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അമ്മയും അവിടുന്ന് രക്ഷപ്പെടും. എന്ത് ചെയ്യണമെന്നറിയാതെ ദേഷ്യത്തിലും സങ്കടത്തിലും ജംഗ്ഷൻ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അവനെ യുൻസുവിന്റെ കോള് വരുന്നത്. അവൻ കരയുകയാണെന്ന് യുൻസുവിന് മനസ്സിലാവും. എന്താണ് കാര്യം എന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അവൾ അന്നേരം തന്നെ അവനെ കാണാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കിനും അവന്റെ കരച്ചിലൊക്കെ മാറി അവൻ സാധാരണ പോലെ ഇരിക്കുകയാണ്. പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിക്ക് അവൻ സംസാരിക്കുന്നുണ്ട്. അവൻ കോഫി പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കിനും എന്തോ കാര്യത്തിൽ അവൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണെന്ന് അവൾക്ക് മനസ്സിലാവും. അവനെ ചെന്ന് ഹഗ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് താമസിച്ചാലോ എന്ന് ചോദിക്കും.